ഹേ എവരി വൺ. അപ്പോൾ ഞാനിന്ന് ലിപ് ബാമിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ലിപ് ബാം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫേസിൽ എന്തിനാണോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, സെയിം പർപ്പസാണ് ലിപ് ബാമിന് ലിപ്സിലുള്ളത്. അപ്പം ലിപ്പിനെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കുക, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് സപ്പിൾ ലുക്കിലൊക്കെ വെക്കുക, പിന്നെ ഒരു ഭയങ്കര ഇരുണ്ടതാണെങ്കിൽ ഒരു കളർ കൊടുക്കുക. ഇതൊക്കെയല്ലേ നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നിവ്യയുടെ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്, മെബലിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, സുഡിയോയുടെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. ഇത് 5 gram ഓഫ് പ്രോഡക്റ്റ് ആണ് വരുന്നത്. 299 rupees എന്തോ ആണ് MRP പറയുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും ഓഫറിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് ഓഫറിൽ കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇത് ഇങ്ങനെയാണ്, ഒരു ടിൻറ്റഡ് വെർഷനാണ്. ടിൻറ്റഡ് അല്ലാത്തൊരു വെർഷനും ഉണ്ട്. ഇതിപ്പം കയ്യിലിങ്ങനെ സ്വാച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ ടിൻറ്റഡ് ഫീലുണ്ട്. നമ്മൾ ലിപ്സിൽ യൂസ് ചെയ്യുമ്പോഴും ഒരു ടിൻറ്റ് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞാലും ആ ഒരു സോഫ്റ്റ് ഒരു മോയ്സ്ചർ കണ്ടൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ലിപ്പിന് നല്ല ഒരു ടിൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന കണ്ടൻറ്റ് എന്ന് പറയുമ്പം സെറമൈഡ്സ് ഉണ്ട്, കോജിക് ആസിഡ് ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട്. സെറമൈഡ്സ് യൂസ് ചെയ്യുന്നത് ബാരിയർ പ്രൊട്ടക്ഷനാണ്, അതായത് സ്കിന്നിലുള്ള മോയ്സ്ചറിനെ ലോക്ക് ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ ലുക്ക് തരും. കോജിക് ആസിഡ് എന്ന് പറയുമ്പം ഒന്ന് ലൈറ്റ്നിങ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ആക്നെ സ്കാർസ് ഒക്കെ വരുമ്പം അതിനൊരു ലൈറ്റ്നിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യും. അതുപോലെ നിയാസിനമൈഡ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പം എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും മാറാൻ വേണ്ടിയിട്ടാണ് നിയാസിനമൈഡ് കണ്ടൻ്റ് ഉള്ളത്. പിന്നെ ഇതിനൊരു ഫ്രൂട്ടി സ്മെല്ലാണ് വരുന്നത്. എനിക്ക് ഫ്രൂട്ടി സ്മെല്ലിൻ്റെ വലിയ ഫാനൊന്നുമല്ല ഞാൻ, പക്ഷേ ഈ പ്രോഡക്റ്റ് അടിപൊളിയാണ്, അതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഇത് SPF 50 PA+++ ഉള്ളതാണ്. നമ്മൾ മോയ്സ്ചറൈസേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ്? നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ, UVA UVB അങ്ങനെയുള്ള റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, നമുക്കൊരു സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പം ഫേസിന് മാത്രം പോരല്ലോ, നമ്മൾ ലിപ്സിനും സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പം ഒരു സൺസ്ക്രീൻ ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു വിഷ് കെയറിൻ്റെത് വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നു. അത്ര അടിപൊളി സാധനമാണ്. ഇതിൽ പറയുന്നത് ഒരു സൺ പ്രൂഫ് ലിപ്സ്, സെറാമൈഡ് സ്മൂത്ത്, അത് രണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസമായി. എൻ്റെത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സാണ്. അത് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരു ലിപ് ബാം ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ ഡ്രൈ ആവുന്നത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ആ മോയ്സ്ചർ കണ്ടൻറ്റ് നല്ലപോലെ ലോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കളർ വേരിയേഷനും വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, അപ്പം മനസ്സിലാവുമല്ലോ. ടിൻറ്റഡ് അല്ലാത്തൊരു വെർഷൻ അവൈലബിൾ ആണ് കേട്ടോ. ചിലർക്ക് ടിൻറ്റഡ് ഇഷ്ടമല്ലായിരിക്കും, അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാം. ടിൻറ്റഡ് വെർഷൻ ആകുമ്പോൾ ഇപ്പോൾ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കും നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ടിൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.